ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയാണെന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ്. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊള്ളുന്ന ഓരോ സമുദായത്തിൻ്റെയും ഇസ്സത്തുകളും അഭിമാനങ്ങളും അത് തരംതിരിക്കാൻ ഒരുത്തനും കഴിയില്ല. പക്ഷേ നമ്മുടെ ഇതിഹാസങ്ങളുടെ ചുംബനത്തിയേക്കുന്ന ചോരത്തുപ്പിടന്മാരുടെയും ചോരവീര്യന്മാരുടെയും കുടിപ്പിലല്ല നാം താത്തേണ്ടത്. അത് നമ്മുടെ ഐക്യത്തെ താത്തുന്നത് പോലെയാണ്. ഇന്ത്യൻ്റെ ഏറ്റവും പ്രസ്ഥാനികമായ ഒരു വിഷയം നാം മനസ്സിലാക്കുകയും അത് പ്രവർത്തന ഗീഢമായി വ്യാപിക്കുകയും ചെയ്യും. അത് നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ ഉള്ളതും കേട്ടതുമാണ്. നാം മറ്റുള്ളവരുടെ ചോര ഊറ്റുന്നത് പോലെ നമ്മൾ ഇന്ത്യൻ മുസ്ലിം ലീഗ് അത് ഒരിക്കലും ചെയ്യില്ല. അവർ പാവങ്ങളെ സഹായിക്കും, അവർ കരുത്തേകും, അവർ ഒരുപാട് തണലുകളേകും. പാവപ്പെട്ടവൻ്റെ പണവും തട്ടിമറിച്ച് സ്വർണക്കൊള്ളക്കടത്തിലെ പിണറായി സർക്കാരിൻ്റെ പോലെ ഉള്ളവരല്ല നാം. നമ്മുടെ കേരള മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് VD സതീശൻ നന്മയുടെ ഒരു ഭൂരിപക്ഷവും അത് ജനങ്ങളിലേക്ക് പ്രാതിഥ്യമായി ചെയ്യുന്ന ഒരു ഘടനയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കണം, സ്വർണക്കള്ളക്കടത്ത് കേസ് ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് വാർത്ത നമ്മുടെ കേരളക്കരയിലും മറ്റുള്ള രാജ്യങ്ങളിലും അത് കേട്ടും കൊണ്ടും നാം നടന്നു. പക്ഷേ ഇന്ത്യൻ മുസ്ലിം ലീഗ് മുന്നിലേക്ക് ജയിച്ചു വന്നില്ലേ? അത് നമ്മുടെ ഒരു ഭാവിക തലമുറകളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ഒരുപാട് ആളുകളെ സഹായിക്കുന്നവരും ഒരു പ്രസ്ഥാനക്കരുകളുമാണെന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗിനെ നാം മുൻനിർത്തിക്കൊള്ളുന്നു, അഭിമാനിക്കുന്നു. കരുത്തേകിയ പ്രാർത്ഥന നാം നൽകുകയും നന്ദിയും നമസ്കാരവും നൽകി എൻ്റെ വാക്കുകൾക്ക് വിനാദം കൊള്ളുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.